ബാശിയൊരു പോരാട്ടം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ LDF സ്ഥാനാർത്ഥി ബേസിൽ പോളാണ് 24നോടൊപ്പം ചെയ്യുന്നത്. വളരെ ശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ. സ്വാഭാവികമായിട്ടും എന്താണ് പ്രതീക്ഷ? എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു ശുഭപ്രതീക്ഷയാണ്. 100% വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത് ഏകദേശം 2800 വോട്ടിനായിരുന്നു. ആ സമയത്ത് കേരള കോൺഗ്രസിന് വലിയൊരു മത്സരം ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. മാത്രമല്ല അന്ന് 2020യും BJPയും കൂടി പിടിച്ച വോട്ട് ഏകദേശം 30,000 വോട്ടിന് മുകളിലുണ്ടായിരുന്നു. ഇത്തവണ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2020യും BJPയും ഒരു മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. നിലവിലുള്ള സിറ്റിംഗ് MLA അല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി. മൊത്തം പുതുമുഖങ്ങളാണ്. നിങ്ങൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം കഞ്ഞിക്കാരാണ് ഈ തവണ നിയമസഭാ ഇലക്ഷന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന്നിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം അത് ഈ ഇലക്ഷൻ സ്വാധീനിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? രാഷ്ട്രീയ മാറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 40 വർഷ കാലഘട്ടത്തിലെ ഒരു പൊതുപ്രവർത്തന ചരിത്രം എനിക്കുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. ഒരു തികഞ്ഞ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ബേസിൽ പോൾ എന്ന് പറയുന്ന ഒരാളെ കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടുന്നത് സീറ്റ് തർക്കത്തെ തുടർന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരാൾ എന്ന രീതിയിലാണ്. മാത്രമല്ല ഇതൊരു കോൺഗ്രസ് മണ്ഡലമായിട്ട് ഏകദേശം പരുവപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. ആ ഒരു രാഷ്ട്രീയ വെല്ലുവിളിക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടിയില്ല. രാഷ്ട്രീയ വെല്ലുവിളിക്ക് മറുപടി പറയണം. കാരണം ഞാനത് പറയുകയും ചെയ്തിരുന്നു. ഞാൻ ഏതാണ്ട് 5 മാസങ്ങൾക്കപ്പുറം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ആളാണ്. അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ച് നിൽക്കുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് എന്നോട് കേരള കോൺഗ്രസ് എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു സീറ്റ് മോഹിച്ചോ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ പുറത്ത് പാർട്ടി വിട്ടതല്ല. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഒരു കോൺഗ്രസ് പാതയിലൂടെയായിരുന്നു. ആ പാത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു വഴിമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം അവർക്കെതിരെയാണ് മത്സര രംഗത്തുള്ളത്. ഒരു പക്ഷേ നിലവിൽ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നിങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് വന്നിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ ആശയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പെരുമ്പാവൂർ ഒട്ടേറെ പുറകോട്ട് പോയ ചരിത്രമാണുള്ളത്. പെരുമ്പാവൂരിനെ ഏറ്റവും നല്ല മികവുറ്റ ഒരു നഗരമാക്കി മാറ്റണം. പെരുമ്പാവൂർ ഒരു പട്ടണമാണ്. ആ പട്ടണത്തോടൊപ്പം തൊട്ടടുത്തുള്ള എല്ലാ പട്ടണങ്ങളും ഒരു ഗ്രാമങ്ങളും പട്ടണങ്ങളായി മാറുകയാണ്. അത്രമാത്രം വളർച്ച ഉണ്ടാവേണ്ട ഒരു നഗരമാണ് പെരുമ്പാവൂർ. ആ പെരുമ്പാവൂരിൻ്റെ ഏറ്റവും വലിയ മാറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എടുത്തു പറയാൻ കഴിയുന്ന 2-3 പോയിന്റുകളുണ്ട്. ഇന്നിന്ന മേഖലകളിൽ ഇന്നിന്ന മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, അത് വന്നിട്ടില്ല എന്നുള്ളത്. പെരുമ്പാവൂരിൻ്റെ ഗതാഗതക്കുരുക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ആ ഗതാഗതക്കുരുക്കിന് ഏറ്റവും അടിയന്തരമായി പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ്. പെരുമ്പാവൂർ നഗരത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൃഷിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് വലിയ മാറ്റമുണ്ടാക്കി കൃഷി ഏറ്റവും വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കുറുപ്പമ്പടി നഗരവും പെരുമ്പാവൂരുമൊക്കെ കാർഷിക മേഖലയിൽ അടിസ്ഥാനമായ ഗ്രാമങ്ങളായിരുന്നു. ആ ഗ്രാമങ്ങളിൽ വലിയ കാർഷിക പാരമ്പര്യമുണ്ട്. അത് നിലനിർത്തി ഏറ്റവും നന്നായി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ശരി, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു സീറ്റ് തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടായ ഒരു മണ്ഡലമാണ് പെരുമ്പാവൂർ. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടത് വാക്കുകൾ കൊണ്ടായിരിക്കാം. ആ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്ന ഈ തർക്കങ്ങൾ, മൂപ്പള തർക്കവും എല്ലാം കൂടി LDFന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാനൊക്കെ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട കാരണവും. ഇക്കാര്യത്തിൻ്റെ ധാർഷ്ട്യമൊക്കെ അടുത്ത കാലഘട്ടത്തിൽ ഈ പുതിയ രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല. പുതിയ കാലഘട്ടത്തിൽ സൗമ്യതയുടെ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. ആ സൗമ്യതയുടെ രാഷ്ട്രീയത്തിൽ നമുക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. ജനോപകാരപ്രദമായ പരിപാടികൾ പദ്ധതികൾ നടപ്പിലാക്കണം. ധാർഷ്ട്യം ഒന്നും ഇനി ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ വിലപ്പോവില്ല. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്നു. പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം അത് ധാർഷ്ട്യത്തിൻ്റെ രാഷ്ട്രീയമല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനാണ് ബേസിൽ പെരുമ്പാവൂരിൽ വോട്ട് ചോദിക്കുന്നത്. ക്യാമറമാൻ മാഹിനൊപ്പം ലാൽകൃഷ്ണ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.